C4 Craft and Cookingന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ സ്പൈസിയായ ഒരു ചില്ലി ബ്രെഡിന്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ചില്ലി ബ്രെഡ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് വീറ്റ് ബ്രെഡ് എടുത്താലും മതിയായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ചില്ലി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ എല്ലാ ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ ബ്രെഡും ടോസ്റ്റ് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചില്ലി ബ്രെഡ് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇവിടെ നമ്മൾ വെള്ളമൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ടോസ്റ്റ് ചെയ്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബ്രെഡിലേക്കൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ പറ്റുന്നത്. ഇനി നമുക്കിത് ഉടഞ്ഞു പോകാതെ മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ ബ്രെഡിലും മസാല ആകത്തക്ക വിധം ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ ചില്ലി ബ്രെഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ പിന്നെ കറികളുടെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്